ഹായ് ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വൻപയർ ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ചാനലിൽ ഈ ഒരു വൻപയറിന്റെ കറിയും ഉപ്പേരിയും ഡ്രൈയും ഫ്രൈയും എന്തിന് ചോറ് വരെ കണ്ടുവന്നിരിക്കും. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വൻപയർ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമ്മൾ സാധാരണ കാണുന്ന ബ്രൗൺ കളറിലുള്ള വൻപയർ അല്ല. ഇതിന് ഈ ഒരു വൈറ്റ് കളറിലാണ് ഈ വൻപയർ വരുന്നത്. ബ്രൗൺ കളറിലുള്ള വൻപയർ ആണെങ്കിൽ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കത് വെറുതെ വേവിച്ച് കഴിക്കാനും കൂടെ ഇഷ്ടമാണ്. എന്നാൽ ഇതിന്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇത്തവണ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ജിജു ആണ് പോയിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് ഡൗട്ട് വന്നപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു ഈ വൻപയർ എന്ന് പറയുന്നത് എന്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കടലയുടെ കളറിലുള്ള പയറാണ് വൻപയർ. അപ്പോൾ നിങ്ങൾക്കും ഡൗട്ട് തോന്നാം, ശരിയല്ലേ, വൈറ്റ് കളർ ഉണ്ടല്ലോ, അപ്പൊ ആ കളറിൽ വാങ്ങിട്ട് വന്നു. പക്ഷേ ഇതിനെല്ലാം ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് കളറിലുള്ള പയറല്ല എന്നുള്ളത്. വീട്ടിലെത്തിയത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇത് എന്ത് കളറാണ്. അപ്പൊ പറയുകയാണ് ഇത് ക്രീം കളർ അല്ലേ. തെറ്റ് എന്റെ ഭാഗത്ത് തന്നെയാണ്, കാരണം ജിജുന്റെ തലയിൽ കുറച്ചെങ്കിലും ആൾത്താമസം ഉണ്ടാവും ഞാൻ വിചാരിച്ചു. ഇനി നിങ്ങൾ എടുക്കുമ്പോൾ ഈ മേലെ കാണുന്ന ഈ വൻപയർ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുതിർത്ത് വെച്ച വൻപയർ നമ്മൾ ഒരു വിസിലിച്ച് വേവിച്ചെടുത്തിട്ട് എന്നിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് കോക്കനട്ട് ഓയിലും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വൻപയർ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൻപയർ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തുകൊണ്ട് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത്രയുള്ള വീഡിയോ. ബൈ.